എടോ ചാക്കോ, ഉത്തരവ്. ഇവിടെ മോട്ടോർ സൈക്കിൾ ആർക്കെല്ലാമോ? ഇവിടെ ഏമാനല്ലാണ്ട് വേറെ ആർക്കും വേറെ ആർക്കുമില്ല അല്ലേ? ഇല്ല, എന്റെ അറിവിലില്ല. എന്നാൽ ഉണ്ട്. ഉത്തരവ്. എന്റെ മോട്ടോർ സൈക്കിൾ മാതിരി വരണം. ഇന്നലെ ആ ആൾമാറാട്ടക്കാരൻ ഞാൻ കണ്ടു. എന്നെ കണ്ടോടനെ അവൻ വേഗത്ത് ഓടിച്ചു പോയിക്കുവാൻ. പിറകെ ഒരു തടിയനും ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും താൻ ആദ്യം ആ മോട്ടോർ സൈക്കിൾ കണ്ടുപിടിക്കും. ഉത്തരവ്. പിന്നെ എളുപ്പത്തിൽ നമുക്ക് അവൻ അകത്താക്കാം. ഉത്തരവ്. ഇവിടെ 164 മോട്ടോർ സൈക്കിൾ രജിസ്ട്രേഷൻ ഫയൽ ഇങ്ങെടുത്തോണ്ടാ. അല്ലേ, അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾകാരനുണ്ടെങ്കിലേ നമുക്കൊന്നും അറിയണമല്ലോ. ഏമാനെ പോലെ അല്ലാതെ വേറെ ഒരുത്തനും ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുക. എന്താണോ? ഏമാൻ ഇപ്പൊ അങ്ങോട്ട് പോയോ? എങ്ങനെ തന്നെ ഇപ്പൊ ഇവിടെ കാണോ? വേറൊരാള് പുറകിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. ഏമാനെ പോലെ തന്നെ ഇരിക്കുന്നു. മോട്ടോർ സൈക്കിൾ അതുപോലെ തന്നെ എന്നെ പോലെ ഇരിക്കുന്നു. യാതൊരു വ്യത്യാസമില്ല. ചാക്കോ സല്യൂട്ട് അടിച്ചു പോയി. ചാക്കോ, അവൻ എങ്ങോട്ടാ പോയത്? അങ്ങോട്ട് ഇപ്പം പോയേ ഉള്ളൂ. കയറിക്കോല്ലോ. രമണി, രമണി, കഥ തുറക്ക്. ഞാനാണ് ഇൻസ്പെക്ടർ വേണു. കഥ തുറക്കാൻ. ഞാനാണ് ഇൻസ്പെക്ടർ വേണു. വേണുവേട്ടൻ ഈ രാത്രിയിൽ ഇപ്പോഴാണ് രമണി എനിക്ക് ഒന്ന് കാണണമെന്ന് തോന്നിയത്. ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. വരൂ, വെളിയിൽ നല്ല നിലാവ്. നമുക്ക് പുറത്തേക്ക് പോകാം. വെളിയിലേക്കോ? ഈ രാത്രിയിലോ? എന്താ പേടിയാവുന്നു? ഓ, ഞാൻ ഇൻസ്പെക്ടർ ആയതുകൊണ്ടായിരിക്കാം. പേടിയോ? വേണുവേട്ടൻ എന്റെ ധീരതയല്ലേ? നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് സ്വൈരമായി കുറച്ചു നേരം സംസാരിക്കാം. ഈ പ്രായത്തിൽ പൂനിലാവിന്റെ കുഴമ സ്ത്രീകൾക്കൊരാവശ്യമാണ്. അച്ഛൻ കണ്ടാലോ? അമ്മാവന് വേറെ എന്തൊക്കെയോ ജോലികളുണ്ട്. വരും, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ എന്താ, അപ്പുറത്തേക്ക് പോകാം. അപ്പൊ നിനക്കും എന്നെ വിശ്വാസമില്ല അല്ലേ? എന്നോടാണോ എന്റെ വേണുവേട്ടൻ ഇത് പറയുന്നത്? എന്നെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ച പണം നീ തരുമായിരുന്നല്ലോ. ഞാൻ പെട്ടി തുറന്ന് നോക്കി വേണുവേട്ടാ. പണം എല്ലാം ബാങ്കിലാ. അച്ഛനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാമായിരുന്നു. പണമില്ലെങ്കിൽ നിന്റെ സ്വർണ്ണാഭരണങ്ങളില്ലേ? ആഭരണങ്ങളൊക്കെ എടുത്താ അച്ഛൻ അറിയില്ലേ? അച്ഛൻ എവിടെ അറിയാൻ പോകും? ഞാൻ തിരിച്ചു തന്നില്ലെങ്കിലോ എന്നുള്ള ഭയം. അങ്ങനെയൊന്നും പറയല്ലേ വേണുവേട്ടാ. എനിക്കുള്ളതെല്ലാം
എന്റെ വേണുവേട്ടനുള്ളതല്ലേ? ഭംഗിവാക്ക് പറയാൻ നീ മുമ്പേ സമർത്ഥയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ രമണിയെ ഇതേവരെ എന്റെ വേണുവേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നിന്നെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ആഭരണങ്ങളെല്ലാം വേണം. നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മതി, എനിക്ക് നിർബന്ധമില്ല. അങ്ങനെയൊന്നും പറയില്ലേ വേണുവേട്ട. ഞാൻ പോയി എന്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം. വേണുവേട്ടൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ വന്നു? എവിടെയായിരുന്നു ഞാൻ ഈ രാത്രി നീ എവിടെ പോയതെന്ന് പറയാം. വേണുവേട്ടൻ എപ്പോ വന്നു എന്നായിരിക്കും. ഞാൻ രമണി അന്വേഷിച്ച് ഇവിടെ വന്നു, കണ്ടില്ല. അമ്മാവനോട് ചോദിച്ചു, അമ്മാവന് ഒരു നിശ്ചയമില്ലെന്ന് പറഞ്ഞു. എന്നാൽ രമണി വന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇവിടെ ഇരിക്കുകയായിരുന്നു. ക്ഷമിക്കണം. വേണുവേട്ടൻ വിളിച്ചിട്ടല്ലേ ഞാൻ പുറത്തേക്ക് വന്നത്? അതിനുള്ള സമാധാനം അമ്മാവൻ പറയും. വേണുവേട്ടൻ നിന്നെ വിളിച്ചത്? അവരിവിടെ വന്ന് എന്നെ വിളിച്ചത്? വിളിച്ചത് നിന്നെ ഇവിടെ കാണാനില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ ഇല്ല അച്ഛാ. വേണുവേട്ട, നമ്മൾ രണ്ടുപേരും ഇത്ര നേരം വെളിയിലിരുന്ന് സംസാരിക്കല്ലായിരുന്നു. എടി നുണ പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ ഒന്നും കാണില്ല. ഓ, എനിക്ക് ഓർമ്മക്കേടാണ്. നിന്റെ ദുർനടത്തേക്ക് മറപിടിക്കാനുള്ള ഒരു സൂത്രമായിരുന്നു അത്, അല്ലേ? നന്നായിരിക്കുന്ന മാവ. മകൾക്ക് മറ്റൊരുത്തരുമായിട്ടുള്ള ബന്ധം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി എല്ലാരും കൂടി ചേർന്ന് എന്നെ ഭ്രാന്തനാക്കി. വേണുവേട്ട, ഇവൾ ഇത്ര കൊള്ളരുതാത്തവളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വേണു, നീ എന്നോട് ക്ഷമിക്കൂ. അച്ഛാ, വേണുവേട്ടൻ പറയുന്നത് എല്ലാം നുണയാണ് അച്ഛാ. അച്ഛാ, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. വേണുവേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. എടി ശബ്ദിച്ചു പോകരുത്. സാരമില്ല മാവ, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ അച്ഛനും അമ്മാവനും കൂടി ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് ഇനി എനിക്ക് ബാധകമല്ല. രമണി വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഒരുത്തി പാതിരാത്രിയിൽ മറ്റൊരുത്തിനോട് പോയിട്ട് തിരിച്ചു വരുന്നു. അത് കണ്ടിട്ടും അവളെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നവൻ 2 കാലം നടക്കരുത്, 4 കാലം നടക്കും. അമ്മാവ, ഏതായാലും ഞാൻ ഇങ്ങനെ തയ്യാറില്ല. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നെ പ്രതീക്ഷിക്കണം. ഗുഡ് ബൈ. നീ എല്ലാം നശിപ്പിച്ചതോടെ കേട്ടവിടെ നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? കേട്ടവിടെ അച്ഛാ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. വേണുവേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. ഞാൻ വിശ്വസിക്കണം അല്ലേ? വേണുവേട്ടൻ വിളിച്ചിട്ട്